ഹലോ എല്ലാവർക്കും ആദീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു കിഡിലിന് ഈവനിങ് സ്നാക്ക് റെസിപ്പിയുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. എന്നാൽ നമുക്കിത് അങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. വേണ്ടി നമ്മൾ ആദ്യം മിക്സിയുടെ ജാർ എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നല്ല പഴുത്ത നേന്ത്രപ്പഴം ഉണ്ടല്ലോ, അത് ഇതേ രീതിയിൽ അങ്ങ് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ച് നമുക്ക് നൊടിയടെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇതേ രീതിയിൽ പഴക്ക ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്കിതിലോട്ട് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മൈദപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മൈദപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മൈദപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു പിഞ്ചളവ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു പിഞ്ചളവിൽ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നല്ലതുപോലെ അടിച്ചെടുക്കണം. കൂട്ടത്തിലോട്ട് നമ്മൾ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മളെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ അടിച്ചെടുക്കണം കേട്ടോ. അടിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഇതേ രീതിയിൽ ഒരു ബൗളിലോട്ട് മാറ്റാം. വളരെ ലൂസോ എന്നാൽ വളരെ തിക്കല്ലാത്ത രീതിയിൽ വേണം കേട്ടോ നമ്മൾ ഈ മാവ് തയ്യാറാക്കി എടുക്കാൻ. ഞാൻ ഈ മാവ് അടിച്ചെടുത്ത സമയത്ത് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് അടിച്ചെടുത്തിരുന്നത്. ഇതേ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ നമ്മൾ തയ്യാറാക്കി എടുക്കാൻ. ഇതിലോട്ട് നമ്മളൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ അടുത്തതായി ഇച്ചിരി എള്ളും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എള്ളൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇപ്പോൾ ടേസ്റ്റിന് വേണ്ടി ചേർത്ത് കൊടുത്തു എന്നേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഒരു 2-3 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അതിന് വേണ്ടി ഒരു കടായി ചൂടാക്കി എടുക്കുക. ചൂടായ കടായിലോട്ട് ഓയിൽ ചേർത്ത് കൊടുത്ത് ഓയിൽ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഇതേ രീതിയിൽ നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കുഞ്ഞ് തവി വെച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾ വേണമെങ്കിൽ സ്പൂൺ വെച്ച് ഒഴിച്ച് കൊടുത്താലും മതി. നമുക്ക് എത്രത്തോളം സ്നാക്കിന് വലുപ്പം വേണോ അതിനനുസരിച്ചാണ് നമ്മൾ മാവ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഒരു മീഡിയം സൈസിലുള്ള സ്നാക്കാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതേ രീതിയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കേണ്ടത്. ഞൊടിയടി നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു ഭാഗം ഒന്ന് മുരിഞ്ഞു വരുന്ന സമയത്ത് മറിച്ചിട്ട് കൊടുത്ത് മറുവശം അതുപോലെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതേ രീതിയിൽ 2 വശവും നല്ല ബ്രൗൺ കളറാവുന്ന വരെ നമ്മളൊന്ന് വേവിച്ചെടുക്കുക. നമ്മുടെ സ്നാക്ക് റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് കോരി മാറ്റിയെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ സ്നാക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യണം, ബാക്കിയുള്ള മാവും കൂടെ നമ്മൾ ഇതേ രീതിയിൽ ഒഴിച്ച് നമുക്ക് സ്നാക്ക് തയ്യാറാക്കാവുന്നതാണ്. ഞാനിവിടെ ബാക്കിയുള്ള മാവും അതേ രീതിയിൽ ഒഴിച്ച് സ്നാക്ക് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇതേ രീതിയിൽ തന്നെ സ്നാക്കൊക്കെ തയ്യാറാക്കി നോക്കൂ കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഈവനിങ് ഇതേ രീതിയിൽ സ്നാക്കൊക്കെ തയ്യാറാക്കി കൊടുക്കൂ. അവർക്ക് വളരെ ഇഷ്ടമായിരിക്കും. വളരെ ടേസ്റ്റിയും ഹെൽത്തിയും കൂടെ ആയ റെസിപ്പിയാണ് ഇത്. തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഇതുപോലെയുള്ള കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം. Thank you for watching my video.